നമസ്കാരം. ചിരിയുടെ ചിന്തയുടെ സന്ദേശം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ സിനിമയായ സന്ദേശം 25 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രസക്തം. സന്ദേശത്തെ രാഷ്ട്രീയ സിനിമയെന്ന് വിളിച്ചാൽ ഒരുപക്ഷെ രാഷ്ട്രീയ സിനിമയുടെ ഉള്ളടക്കം സംബന്ധിച്ച് ഗൗരവ സമീപനം പുലർത്തുന്നവർ വിയോജിച്ചേക്കാം. എങ്കിലും കക്ഷി രാഷ്ട്രീയത്തിലെ പൊറാട്ടു നാടകങ്ങളെ പരിഹസിക്കുന്ന മികച്ച ആക്ഷേപഹാസ്യ സിനിമയെന്ന് പകരം വിളിക്കാം. സിനിമയുടെ 25ാം വർഷത്തിലും സിനിമയെക്കുറിച്ച് സംസാരിച്ചാൽ ശ്രീനിവാസന് ചിരിയടക്കാൻ കഴിയില്ല. സന്ദേശത്തെ ആശ്രയിച്ച് വക്രദൃഷ്ടി കണ്ടെത്തിയ ചില രാഷ്ട്രീയ കാഴ്ചകളിലേക്ക് ആദ്യം. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഉത്തമൻ തുടങ്ങി 11 പേരെ ആ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. ബോംബും തോക്കൊക്കെ ഇപ്പൊ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ, ജീവൻ കളഞ്ഞു നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. എല്ലാരും റൗണ്ടായിട്ട്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ സാർ, അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? നമ്മുടെ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടി. എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട്? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പൊതിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ഇത് അതെ നല്ലൊരു പ്രയോഗമല്ലേ? ഈ പരിപ്പോടെ ചായം കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമഴി തോന്നും. എഴുതി ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ടീച്ചർ അവിടെ തനിച്ച ഊണ് കഴിച്ചിട്ട് പോവാ അച്യുത. അയ്യോ വേണ്ടാഞ്ഞിട്ടാണേ. കണ്ടില്ലേ, വളമല്ലത്, കീടനാശിനിയാണ്. കടക്കലല്ല, ഇലകളിൽ വേണം അടിക്കാൻ. ഈ ഏരിയ മുഴുവൻ ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണുള്ളത്. നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം. പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കിയവരെ ശപിക്കും. മനസ്സിലായോ? മെന്റലി പ്രിപ്പയർഡാണ്. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഒരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. മോളകത്തേക്ക് വെക്കോ. അച്ഛൻ നീ വന്നേ. താനൊരു ഭ്രാന്തരെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ശ്രീനിവാസൻ, സത്യൻ അന്തിക്കാട് ടീം മറ്റൊരു പൊളിറ്റിക്കൽ സറ്റയർ സിനിമയുടെ ആലോചനയിലാണ്. നേരിടുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ശ്രീനിവാസൻ. എല്ലാ ചാനലുകളിലും രാഷ്ട്രീയ പരിപാടികൾ നല്ല രീതിയിൽ വളരെ ഹ്യൂമറസ് ആയിട്ട് പല ചാനൽ, ഇപ്പം മാതൃഭൂമി ചാനൽ തന്നെ വക്രദൃഷ്ടി ഒക്കെ ഇല്ലേ, അതിനകത്ത് പൊളിറ്റിക്സും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നല്ല രസകരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഇനി നമ്മൾ ഇതുമായിട്ട് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ നിൽക്കുന്ന ഒരു സംഗതിയെ ചെയ്തിട്ട് കാര്യമുള്ളൂ. പക്ഷേ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കുറച്ചുകൂടെ പരിശ്രമം ആവശ്യമായിട്ട് വരും. പക്ഷേ ഡയറക്ടർ ഫാസിൽ ഒരു ദിവസം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ
പുള്ളിനോട് പറഞ്ഞ് ഈ അടുത്ത കാലത്താണ് ഞാൻ സന്ദേശം കണ്ടത്, സത്യനന്ദിക്കാടും ശ്രീനിവാസനും കൂടിയിട്ട് ഒരു സിനിമ അടുത്ത വർഷം ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിനി റിപ്പീറ്റ് ചെയ്യേണ്ടത് പൊളിറ്റിക്കൽ സെറ്റയർ ആയിരിക്കണം. സന്ദേശത്തിന് മേലെ നിൽക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അവിശ്വാസിയായ ദേവസ്വം മന്ത്രി കടകംപള്ളിയും ഇതര മതവിശ്വാസിയായ തദ്ദേശ ഭരണ മന്ത്രി കെ ടി ജലീലും ആദ്യമായാണ് ശബരിമല സന്നിധാനത്ത് എത്തുന്നത്. ദേവസ്വം മന്ത്രിയായിരിക്കെ ജി സുധാകരൻ സന്നിധാനത്ത് വന്നിട്ടുണ്ടെങ്കിലും കടകംപള്ളിയെ പോലെ അയ്യപ്പനെ വണങ്ങിയിരുന്നില്ല. ഇരു മന്ത്രിമാരും മേൽശാന്തിയിൽ നിന്ന് തീർത്ഥം സ്വീകരിക്കുകയും ചെയ്തു. മഴ കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ പമ്പയിൽ വന്ന് മടങ്ങിയെങ്കിൽ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഇരു മന്ത്രിമാരും സ്വാമി സഖാക്കളായി ദർശനം പൂർത്തിയാക്കി മലയിറങ്ങി. വാവര് സ്വാമിയുടെ പള്ളിയുള്ള എരുമേലിയിൽ പോകാനും ജലീൽ മന്ത്രി മറന്നില്ല. ഈ രാജ്യത്ത് നിലനിന്നിരുന്ന നല്ല സൗഹൃദത്തിൻ്റെ ഇന്നലകളുടെ പ്രോജ്വലമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ മണ്ഡലകാല ഉത്സവവും. ഞാൻ ആദ്യമായിട്ടാണ് ശബരിമല സന്നിധാനത്തിൽ പോകുന്നത്. നല്ലതു കണ്ടാൽ ബി ജെ പിക്കാർക്ക് പിടിക്കില്ല. മന്ത്രി ജലീൽ വന്നത് പിക്നിക് സെൻറ്റർ കാണാൻ എന്ന പോലെയാണെന്ന് പറഞ്ഞ് മന്ത്രിയുടെ സന്ദർശനത്തെ ഇകഴ്ത്താനാണ് ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് വി മുരളീധരൻ ശ്രമിച്ചത്. ഗുരുവായൂരപ്പൻ്റെ ഒന്നാം തരം ഭക്തനായ യേശുദാസിനെ ഇതുവരെ അമ്പലത്തിനുള്ളിൽ കയറ്റിയിട്ടില്ല നമ്മൾ മതേതരക്കാർ. അപ്പോഴാണ് സഖാക്കളുടെ സന്ദർശനം. എന്തു ചെയ്യാം, മന്ത്രിമാരായി പോയില്ലേ. ജനങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം പോകാതിരിക്കാനാവില്ലല്ലോ. എല്ലാവർക്കും അവിടെ പോകാൻ കഴിയുമെന്നുള്ളത് ലോകം അറിയുന്നതിനെ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? സത്യത്തിൽ ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ ഉത്സവമാണ് എന്ന് ആർക്കും പറയാൻ വേണ്ടി കഴിയും. ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കും. അതിലാശങ്കപ്പെടുന്നവരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തും. അല്ലാ പൊറുക്കണേ, അറിയാണ്ട് ചെയ്യണതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് ജീവിക്കാൻ വേണ്ടി. ബംഗാളിൽ നന്ദിഗ്രാമിലും സിംഗൂരിലും സഖാക്കൾ കർഷകന്റെ കയ്യിൽ നിന്ന് കൃഷിഭൂമി പിടിച്ചെടുത്തപ്പോൾ സർക്കാരും പാർട്ടിയും തന്നെ അവിടെ ഒലിച്ചുപോയി. ബംഗാളിൽ ചെയ്തതിന് ഇടതുമുന്നണി കേരളത്തിലെങ്കിലും പ്രതിവിധി ചെയ്യാം എന്ന് കരുതിയതാകും. സംസ്ഥാന ഭരണത്തിൽ രണ്ടാമതുമെത്തിയ മമതാ ബാനർജി സിംഗൂരിലെ കൃഷിഭൂമി കർഷകന് തിരിച്ചു കൊടുത്തപ്പോൾ പിണറായി സർക്കാർ ആറന്മുള പുഞ്ചയിൽ കൃഷി ഇറക്കിക്കൊണ്ടാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ചേറിൽ ചവിട്ടാതെ വിത്തെറിയാൻ മുഖ്യൻ തന്നെ എത്തി. ഈ വർഷം 2375 ഹെക്ടർ സ്ഥലത്ത് ഈ ഗവൺമെന്റ് വന്ന ശേഷം തരിച്ചു കിടക്കുന്ന നിലം തിരിച്ച് കൃഷിയോഗ്യമാക്കി എന്ന സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കൈ തരാം. മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത്. അടിമത്തങ്ങളെ പൊട്ടിച്ചെറിയാൻ പിഴച്ച നീതികൾ
നീതികൾ ഉടച്ചു വാർത്താൻ അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ പിഴച്ച നീതികൾ ഉടച്ചു വാർത്താൻ ഉയരും കൊടികളും ഏന്തി വരും യുവജനകോടികളെ മുന്നോട്ട് ഉണരട്ടെങ്ങനെ ഉണരട്ടെ സ്നേഹവസന്തം പുലരട്ടെ നിറയട്ടെങ്ങനെ നിറയട്ടെ ഹരിത വിപ്ലവം പടരട്ടെ. കുറുമ്പൻ ദൈവത്താന്റെയും നീലകണ്ഠൻ ചാന്നാരുടെയും മൂലൂരസ് പത്മനാഭ പണിക്കരുടെയും ഉൾപ്പെടെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഉഴുതുമറിക്കപ്പെട്ട ഈ മണ്ണിലാണ് പുതിയ മുന്നേറ്റത്തിനുള്ള വിത്ത് പാകപ്പെട്ടിരിക്കുന്നത്, അത് എറിയപ്പെട്ടിരിക്കുന്നത്. ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ കുട്ടി പ്രീ ഡിഗ്രിക്ക് തോറ്റു. ഓഹോ, അപ്പൊ വെണ്ടകൃഷിയും ചീരകൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ. വിമാനത്താവളം എന്ന നിലക്ക് വരുന്നതിനൊന്നും ഞങ്ങളാരും അന്നും എതിരല്ല. പക്ഷെ ഇവിടെ പറ്റില്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. അത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കലാണ്. ഈ കാണുന്നതെല്ലാം ഇല്ലാതാക്കലാണ്. അതുകൊണ്ടാണ് കോഴിത്തോടും കരമാനത്തോടും ഒക്കെ ആ ഒരവസ്ഥയിലേക്ക് എത്തിയത്. കേരളം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ്. പാടി വിളങ്ങി ഭൂമി പെണ്ണ്. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. മാണിയുടെ ബ്രിട്ടീഷ് പാർലമെന്റ് പ്രസംഗത്തിന്റെ രഹസ്യം പൊളിച്ച് PC ജോർജ് ലണ്ടനിൽ നിന്ന്. யாரா அந்த கபாலி வர சொல்றான் அவனை.